എൻ്റെ മോൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. സാറിൻ്റെ സഹായമായിരുന്നു ഞങ്ങൾക്ക്. സാറാണ് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്നത്. ആ ഒരു കാര്യം മാത്രം ഞാൻ ചാനലിലൊന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ പണി പോകും. അതാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ നടക്കുന്നത്. അതിനി എത്ര വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും ഭരിക്കുന്ന ഭരണാധികാരികളുടെ മുഖം മിനുക്കുന്നതിന് പകരം ചെറിയൊരു മങ്ങലേൽപ്പിക്കുന്ന സത്യമാണെങ്കിൽ കൂടിയും ഇനിയൊന്ന് പറയാൻ ഭയപ്പെടണം, അല്ലെങ്കിൽ ഭയപ്പെടുത്തും. അതാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഭരിക്കുന്ന ഭരണാധികാരികളെ കുറിച്ച് നല്ലത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മറുപക്ഷത്തുള്ളവർ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും മിണ്ടാൻ പാടില്ല. ഇത് കേൾക്കുമ്പോൾ സംഭവം എന്താണെന്ന് ചിലരെങ്കിലും ഒന്ന് സംശയിക്കും. എന്നാൽ സംശയിക്കാനൊന്നുമില്ല. നമ്മുടെ ജനാധിപത്യ കേരളത്തിൽ സമയവും വികസനവും എല്ലാം മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടിയും ചില നേതാക്കന്മാരുടെയെങ്കിലും കാഴ്ചപ്പാടുകൾ പിന്നോട്ട് പോവുകയാണ്. ഇത് തെളിയിക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ അരങ്ങേറിയത്. നമുക്കറിയാം, പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ നിരവധി ആളുകളാണ് പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എത്തുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ എത്തിയിരുന്നു. അപ്പോൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനെ പറ്റി ചാനൽ റിപ്പോർട്ടർമാർ വോട്ടർമാരുടെ പ്രതികരണം തേടുന്നതിനിടെ കൈതേപ്പാലം മൃഗാശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരിയായ സതിയമ്മയോടും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ചോദിച്ചു. ഇതോടെ സതിയമ്മ മകൻ രാഹുൽ വാഹനാപകടത്തിൽ മരിച്ചപ്പോൾ ഉമ്മൻചാണ്ടി നേരിട്ട് ഇടപെട്ട് സഹായങ്ങൾ ചെയ്തതും തൻ്റെ മകളുടെ വിവാഹ ചടങ്ങിൽ മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം പങ്കെടുത്തതുമെല്ലാം ഓർമ്മിച്ചു. ഇതിനുള്ള നന്ദി സൂചകമായി ചാണ്ടി ഉമ്മന് ഇക്കുറി വോട്ട് ചെയ്യുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ചാനലിൽ സതിയമ്മ പറഞ്ഞത് വന്നതിന് പിന്നാലെ ജോലിക്ക് കയറേണ്ടെന്ന അറിയിപ്പും ലഭിച്ചു. എന്താലേ, ഒരു സത്യം പറഞ്ഞപ്പോഴേക്കും 11 വർഷമുണ്ടായിരുന്ന ജോലിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ പറഞ്ഞതാണ് സതിയമ്മയുടെ ജോലി തെറിപ്പിക്കുവാൻ മാത്രം സർക്കാരിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയം. എല്ലാം രാഷ്ട്രീയവൽക്കരിക്കുന്ന നമ്മുടെ കേരളത്തില് ഇപ്പോൾ ചതിയും കുതികാൽ വെട്ടും മാത്രം. വ്യാജ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അപമാനിച്ചാൽ അവർ സർക്കാരിന് ഹീറോ, മറിച്ചായാൽ പണിയുറപ്പ്. ഇങ്ങനെ പോയാൽ ഒരാൾക്കും തൻ്റെ അഭിപ്രായം പറയാൻ പോലും പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ രണ്ടാമതൊന്നുകൂടി ചിന്തിക്കേണ്ടി വരുന്ന അവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ടാവും. സംഭവത്തിന് പിന്നാലെ സതിയമ്മയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് ശരിയായില്ലെന്ന് ചാണ്ടി ഉമ്മൻ പറയുകയുണ്ടായി. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ പറയുന്നവരാണോ ഇതൊക്കെ ചെയ്തതെന്നായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. എന്തായാലും തനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ലെന്നും ഉമ്മൻചാണ്ടി ചെയ്ത സഹായം മറക്കാൻ കഴിയാത്തതിനാൽ പറഞ്ഞതാണെന്നും സതിയമ്മ പറയുന്നുണ്ട്. കൂടാതെ തനിക്ക് ജോലി തിരിച്ചു കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സതിയമ്മ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ മോൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. സാറിൻ്റെ സഹായമായിരുന്നു ഞങ്ങൾക്ക്. സാറാണ് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്നത്. ആ ഒരു കാര്യം മാത്രം ഞാൻ ചാനലിലൊന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളൂ.